അതെ അതെ, അപ്പോഴേ ഈഗോ ആകത്തുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈഗോ ആണ്. കാരണം പ്രതിഫലം ഇച്ഛിക്കുമ്പോഴാണ് ഈഗോ വരുന്നത്. മനസ്സിലായോ? പ്രതിഫലം ഇച്ഛിക്കുമ്പോഴാണ് ഈഗോ വരുന്നത്. മനസ്സിലായോ? പ്രതിഫലം ഇച്ഛിക്കുമ്പോൾ മാത്രമേ ഈഗോ വരത്തുള്ളൂ. ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ഐശ്വര്യത്തിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധയുണ്ടാകും. അലംഭാവത്തോട് ചെയ്യുന്ന പ്രവൃത്തിയിൽ എപ്പോഴും യാന്ത്രികത ഉണ്ടാകത്തില്ല. അവിടെ യാന്ത്രികത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ബലം ഇച്ഛിച്ചുണ്ടാകും. ബലം ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാന്ത്രികമായി പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് യാന്ത്രികമാകുന്നത്. ചെയ്യുന്ന പ്രവൃത്തി യാന്ത്രികമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബലം ഇച്ഛിക്കും. എനിക്ക് ഇന്നത് കിട്ടണം. അപ്പോൾ ബലം പിടുത്തം ഉണ്ടാവും, വാശി ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, വിദ്വേഷം ഉണ്ടാവും. കാരണം എനിക്ക് ബലം കിട്ടണം. അതെ, എനിക്ക് ബലം കിട്ടണം, ഇത്ര മാത്രമേ ഉള്ളൂ. എന്തു പറഞ്ഞാലും എനിക്ക് ബലം കിട്ടണം. ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കണം. ഞാൻ വിചാരിക്കുന്ന കാര്യം നടത്താതിരിക്കുമ്പോൾ എന്തുവാണ്? അവിടെ എൻ്റെ ഐശ്വര്യത്തിലാണ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പറയും. നമ്മുടെ ഫലം വിവേകവും തെളിച്ച് ആവണം എല്ലാ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനത്തിന്റെ. ഒന്നും കൂടി. നമ്മുടെ ഈ ഭൗതിക തലത്തിലുള്ള എല്ലാ പ്രവൃത്തിയുടെയും ഫലം നമ്മുടെ വിവേകവും തെളിച്ചും ഉണർന്നു വരിക എന്നുള്ള ഒരു കാര്യമായിരിക്കണം. എക്സാക്ട്ലി ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് നിർത്തിയിട്ട് പോകുന്നു. ഇതിന് പകരം ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ പബ്ലിക് റൂം ഇടണം. മനസ്സിലായോ? ഓരോരുത്തരും ഓരോ പബ്ലിക് റൂം ഇടണം. മനസ്സിലായി? ഇതിനകത്ത് നിന്ന് വന്ന് കേട്ടിട്ട് നിങ്ങൾ വന്നിരുന്ന അടുത്ത പബ്ലിക് റൂം ഓരോരുത്തരും ഇടണം. മനസ്സിലായിട്ട് നിങ്ങളുടെ രീതിയിൽ ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ തെളിച്ചം നിങ്ങളവിടെ പകർന്നു കൊടുക്കുന്ന ഭാഗവും അവിടെയാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇത് രാവിലെ ക്ലാസ് പോലെ വന്നിരുന്ന് കേട്ടിട്ട് പോകുന്നു, അങ്ങനെയല്ല. മനസ്സിലായി? ഇത് ക്ലാസ് ആകരുതും. ഇതൊരിക്കലും ഒരു ക്ലാസ് മുറി ആകരുത്. നിങ്ങളിവിടെ കേട്ടിട്ട് നിങ്ങളിത് മറ്റൊരാളോട്ട് ഷെയർ ചെയ്യുന്ന ഭാഗം ഇതല്ല ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ തെളിച്ചം ഷെയർ ചെയ്യുന്ന ഭാഗം. മനസ്സിലായോ? ഒരിക്കലും സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാൾ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നൊരു ഭാഗമില്ല. സെബാസ്റ്റ്യനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, സെബാസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞു തന്നു, അങ്ങനെ ഒരു ഭാഗം ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുണ്ടാകരുത്. അതിൻ്റെ ആവശ്യമില്ല. അത് അപകടമാണ്. അതാണ് ഈ ലോകം നശിക്കുന്നതിൻ്റെ കാരണം. ഇല്ല, സെബാസ്റ്റ്യനോട് ഒരു കടപ്പാടുമില്ല. എന്ത് ചെയ്തു സെബാസ്റ്റ്യനോട് യാതൊരു കടപ്പാടുമില്ല. കടപ്പാടുണ്ടെങ്കിൽ അവിടെ എന്തോ തെറ്റ് സംഭവിച്ചു. ഈ മക്കൾക്ക് മാതാപിതാക്കളോട് കടപ്പാട് അങ്ങനെ ഒരു ഇല്ല. മക്കൾക്ക് മാതാപിതാക്കൾ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എന്താണ് നമ്മളുടെ കടമ? നമ്മുടെ കടമ എന്താണ്? നമ്മളെ തെളിക്കുന്ന ഭാഗം, നമ്മളെ തെളിക്കുന്ന വിഷയത്തിൽ ഒരു കാരണമായിട്ടുണ്ട്. അവിടെ ഒരു കടപ്പാടുണ്ട്. അല്ല, അവിടെ അതാണ് കടമയാണ്, കടപ്പാടല്ല. കടമയാണത്, കടപ്പാടില്ല. പാടായിട്ട് മാതാപിതാക്കൾക്കും അതല്ലേ വഴിയുള്ളൂ. അത്രയേ ഉള്ളൂ. കടപ്പാടായിട്ടില്ല. കടപ്പാടായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നില്ല. കടമയാണ്. മനസ്സിലായി? ആ തൽസമയത്ത് പ്രവർത്തിച്ചു പോകുന്നു. കടപ്പാടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കടമ നിർവഹിക്കുന്നില്ല, അപ്പോൾ കടപ്പാടാകുന്നു. അതായത് കടമ എന്ന് പറയുന്നത് അവനവനോടാണ്, കടപ്പാട് പറഞ്ഞാൽ മറ്റുള്ളവരോടാണ്. ആ കടമ പ്രവർത്തിച്ചു പോകുമ്പോൾ അവിടെ തുടർച്ചയല്ലേ. കടപ്പാടാകുമ്പോഴത്തേക്ക് ബ്രിഷുള്ള ഞാൻ നാളെ ആലോചിക്കാം ബ്രിഷുള്ള അവിടെ കൃത്യതയില്ല. കടമ അവിടെ നിർവഹിക്കുന്നില്ല. അത് അപ്പോൾ തന്നെ മനസ്സിലായി, അപ്പോൾ തന്നെ ഇഫക്റ്റീവ്ലി കൊണ്ടുപോവുകയാണ്. കടമയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
ഉത്തരവാദിത്വം പോലെ. അതെ, ഇപ്പം നിരന്തരമാണ്. അതുകൊണ്ടല്ലേ ഇത് ക്ലബ് ഹൗസ് എന്ന് പറയുന്നിടത്ത് വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. നമ്മൾ വെറുതെ ഒരു റൂം ഇടുക, മനസ്സിലായി, ഓരോരുത്തരും മനസ്സിലായി, എല്ലാവരും കൂടി സംഘം ചേർന്നല്ല, ഒരു വ്യക്തിയായിട്ട് പോയൊരു റൂം ഇടണം, മനസ്സിലായി. എന്ത് ടൈറ്റിൽ ഇടണമെന്ന് തന്നെത്താൻ തോന്നി ഇടുക, മനസ്സിലായി. എന്നിട്ട് സംസാരിക്കുക വരുന്നവരോട് റാൻഡംലി, അതെ, മനസ്സിലായി. റാൻഡംലി സംസാരിക്കും. നമുക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം തെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്? ഈ ക്ലബ് ഹൗസ് പറ്റിയില്ലെങ്കിലും കൂടുതലുള്ളവരായിട്ടും ഇതിനല്ലേ ചെയ്യാനുള്ളൂ. അതെ, അല്ലാണ്ട് ഇപ്പോഴും നമ്മുടെ എന്താണ് ഇതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ, എത്രയാണ് നമുക്കുള്ള ഫ്രണ്ട്സ് ലിസ്റ്റ് അല്ലേ? എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് 3.8K ഇത് അടുത്ത ആളുടേത് 129 അടുത്ത ആളുടേത് 84 അടുത്ത ആളുടേത് 4 അടുത്ത ആളുടേത് 2 അടുത്ത ആളുടേത് 83 അതെ, അടുത്ത ആളുടേത് 185 അടുത്ത ആളുടേത് 17 അടുത്ത ആളുടേത് 336 അടുത്ത ആളുടേത് 62 അടുത്ത ആളുടേത് 28 അടുത്ത ആളുടേത് 134 മനസ്സിലായി. ഇത് എന്താകണം? ഇത് നമ്മൾ കൂട്ടണം, എല്ലാവരുടേതും കൂട്ടണം. 5,000 10,000 എല്ലാവരുടേതും അങ്ങനെ ആയിരിക്കണം, മനസ്സിലായി. ഇനി അത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യല്ല, അനക്കുണ്ടോ നോക്കണോ, മനസ്സിലായ. നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരണം, മനസ്സിലായി. അത് നാച്ചുറലി ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടി വരും. അതിലാണ് കാര്യം ഇരിക്കുന്നത്. പക്ഷേ എത്ര പേരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന നമ്മുടെ ശബ്ദം എല്ലാവരിലോട്ടും ചെല്ലണം, മനസ്സിലായോ? അതല്ലാണ്ട് ഒരാൾ മാത്രം ഒരുപാട് പേരുടെ ഒരാൾ പോപ്പുലറായാൽ അത് തെറ്റാണ്, മനസ്സിലായോ? ഒരാൾ പോപ്പുലറായെന്ന് പറഞ്ഞത് മിസ്റ്റേക്കാണ്. അല്ലാതെ വണ്ടർഫുൾ ലിവിങ് റൂം ഇടുമ്പോൾ മാത്രം വണ്ടർഫുൾ ലിവിങ് ആയിട്ട് കാര്യമില്ല. ഇല്ല. വണ്ടർഫുൾ ലിവിങ് എല്ലാ മനുഷ്യരും വണ്ടർഫുൾ ലിവിങ്ങിലായിരിക്കണം എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടർഫുൾ ലിവിങ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാ, കൾട്ടാ, ഒന്നുമല്ല. നന്നായിട്ട് ജീവിക്കുന്ന ഭാഗത്തായിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല എനിക്ക്. ഇവിടെ തന്നെ ഇരിക്കുന്നവരെല്ലാവരും പരസ്പരം ഫോളോ ചെയ്യുന്നവർ ആയിരിക്കത്തില്ല, മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നവരായിരിക്കണം എല്ലാവരും, മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാത്തവരല്ല, എല്ലാവരും പരസ്പരം മനസ്സിലായി കണക്റ്റ് ആയിരിക്കണം, പരസ്പരം സംസാരിക്കുന്ന റൂം ഇടണം, മനസ്സിലായി. ഇവിടെ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരായിരിക്കണം, മനസ്സിലായി. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഏത് വഴിക്കും, മനസ്സിലായ. ഒരാൾ മാത്രമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി വെക്കരുത്, അത് അപകടമാണ്, മനസ്സിലായ. അത് അപകടമാണ്. എല്ലാവരുമായിട്ട് തുറന്ന് സംസാരിക്കണം.